നമ്മളെല്ലാവരും നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണവരാണ്. എന്തിനാണ് ഈ ഹാർഡ് വർക്ക് ചെയ്യണത്? നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്ത് അല്ലേ, നമ്മുടെ ഫാമിലീസിനെ നല്ല രീതിയിൽ അപ്ലിഫ്റ്റ് ചെയ്ത് നല്ലൊരു നിലയിലേക്ക് കൊണ്ടുവരാനാണ്. അതായത് ഒരു നല്ലൊരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷനിലേക്ക് നമ്മുടെ ഫാമിലിനെ കൊണ്ടുവരാനാണ്. നല്ലൊരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നല്ല ഫിനാൻഷ്യൽ ഹാബിറ്റ്സും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. എന്തൊക്കെയാണ് നല്ല ഫിനാൻഷ്യൽ ഹാബിറ്റ്സ്? അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമസ്കാരം, ചിറക്കൽ ഫിനാൻഷ്യൽ സർവീസസിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം, ഞാൻ ലിൻസൺ മാത്യു. എല്ലാവർക്കും ചിറക്കൽ ഫിനാൻഷ്യൽ സർവീസസിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെ നമ്മൾ ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ്, മ്യൂച്വൽ ഫണ്ട്, ലോൺസ്, ടാക്സേഷൻ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ്. ഞാൻ നേരത്തെ ഫിനാൻഷ്യൽ ഹാബിറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. അതായത് നമ്മുടെ ഫാമിലിക്ക് നല്ലൊരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ലഭിക്കാനായിട്ട് ഫിനാൻഷ്യൽ ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. മെയിനായിട്ട് നമ്മളൊരു 5 ഫിനാൻഷ്യൽ ഹാബിറ്റ്സ് വളരെ ഡിസിപ്ലിൻ ആയിട്ട് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഫാമിലിക്ക് ലോങ് ടേമിൽ നല്ലൊരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ലഭിക്കുകയുള്ളൂ. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തത് എമർജൻസി ഫണ്ട്. ഇതിനെക്കുറിച്ചൊരു വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിരുന്നു. ഈ ആഴ്ച തന്നെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒബ്വിയസ്ലി നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് എൻ്റെ ചാനലിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ ഒരു 3 മാസം മുതൽ 6 മാസം വരെയുള്ള എക്സ്പെൻസസ് നമ്മൾ കരുതിയിരിക്കണം. ഒരു റിസർവ് ഫണ്ടായിട്ട് നമ്മൾ മാറ്റിവെക്കണം. അതായത് നമുക്കൊരു ജോബ് ലോസ് വരികയോ ഒരു ബിസിനസ്സിൽ ഒരു നഷ്ടം വരികയോ നമുക്കൊരു മുമ്പോട്ടൊരു വരുമാനം ഇല്ലാതെ കുറച്ച് കാലം മുമ്പോട്ട് പോവുകയാണെങ്കിൽ അത് കവറപ്പ് ചെയ്യാനായിട്ടാണ് നമുക്ക് എമർജൻസി ഫണ്ട് വേണ്ടത്. നമുക്കൊരു ഇൻകം ലോസ് വരുമ്പോൾ മാത്രമല്ല, ഒരു അൺഎക്സ്പെക്ടഡ് ഇവന്റ് ഫാമിലി വന്നാൽ പോലും ഈ എമർജൻസി ഫണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് അത്യാവശ്യമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ആദ്യത്തെ ഫിനാൻഷ്യൽ ഹാബിറ്റാണ് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നമ്മുടെ ഫാമിലി പ്രൊട്ടക്ഷൻ ആണ്. ഫാമിലി പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള കാര്യങ്ങളും നമ്മൾ മുമ്പത്തെ ആഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു. ടേം ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങൾ. ടേം ഇൻഷുറൻസ് എന്താണെന്നും അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നും കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചതാണ്. ഷോർട്ടായിട്ട് ഒന്നുകൂടെ പറയാം. ടേം ഇൻഷുറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഫാമിലിയുടെ ബ്രെഡ് വിന്നറായ വ്യക്തി, ആ ഫാമിലിനെ മുൻപോട്ട് കൊണ്ടുപോകുന്ന വ്യക്തി, ആ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഫാമിലിക്ക് വരാവുന്ന നഷ്ടങ്ങളെ കവർ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഇൻഷുറൻസ് ആണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ബ്രെഡ് വിന്നറായ വ്യക്തി മരണപ്പെട്ടാൽ ആ കുടുംബത്തിന് ലഭിക്കുന്ന നഷ്ടപരിഹാര തുക അത് നൽകുന്ന പ്രൊഡക്റ്റാണ് ടേം ഇൻഷുറൻസ്. ടേം ഇൻഷുറൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും നമ്മൾ മുമ്പ് ആ വീഡിയോയിൽ സംസാരിച്ചിരുന്നു. ദ സെയിം കൺസെപ്റ്റ് ഗോസ് വിത്ത് ഹെൽത്ത് ഇൻഷുറൻസ്. നമ്മുടെ ഫാമിലിക്ക് ആവശ്യമായിട്ടുള്ള ടേം ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും ഉറപ്പായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുക. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ മുമ്പ് സംസാരിച്ചതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഏറ്റവും ആവശ്യമായ രണ്ടാമത്തെ ഫിനാൻഷ്യൽ ഹാബിറ്റ്. മൂന്നാമത്തെ ഫിനാൻഷ്യൽ ഹാബിറ്റാണ് ഇൻവെസ്റ്റ്മെന്റ്. ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ മുമ്പ് പറഞ്ഞ 2 കാര്യങ്ങൾ, അതായത് എമർജൻസി ഫണ്ട്, ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ, ഇത് കഴിഞ്ഞിട്ട് മാത്രമേ ഇതിന് പ്രയോറിറ്റി കൊടുക്കാവുള്ളൂ. നമ്മുടെ എമർജൻസി ഫണ്ട് സെറ്റാണ്, നമ്മുടെ ഫാമിലി വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു മേഖലയാണ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു സാലറീഡ് ആയിട്ടുള്ള ഒരു ആവറേജ് വ്യക്തി മന്ത് ഓൺ മന്ത് അവരുടെ വരുമാനത്തിൽ നിന്നായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ചും നമ്മൾ ഈ ആഴ്ച സംസാരിച്ചിരുന്നു. SIP, RD ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചല്ലോ. അപ്പോൾ അതും നമ്മുടെ ഫാമിലിയുടെ ലോങ് ടേം വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ തീർച്ചയായിട്ടും എല്ലാവരും അതിൽ നന്നായി ഫോക്കസ് ചെയ്യുക. ഇൻവെസ്റ്റ്മെന്റ് നല്ല രീതിയിൽ നല്ലൊരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ ഗൈഡൻസോട് കൂടെ നല്ല രീതിയിൽ ചെയ്യുക. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളൊരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ ഗൈഡൻസോട് കൂടെ കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ ഫാമിലിയുടെ ലോങ് ടേം വെൽത്ത് ക്രിയേഷന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഹാബിറ്റാണ്. നാലാമത്തെ ഫിനാൻഷ്യൽ ഹാബിറ്റ് എന്ന് പറയുന്നത് ഡെറ്റ് മാനേജ്മെന്റ് ആണ്. അതായത് നമുക്ക് അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുക, ആവശ്യമില്ലാത്ത ബാധ്യതകൾ വരുത്തി വെക്കാതിരിക്കുക. വരവനുസരിച്ച് ചെലവ് ചെയ്യുക എന്ന് പറയാറില്ലേ പണ്ടുള്ളവര്? അതുപോലെ തന്നെ നമ്മുടെ ഇൻകം അനുസരിച്ച് മാത്രമേ നമ്മൾ എക്സ്പെൻഡ് ചെയ്യാവുള്ളൂ. നമ്മളെ കൊണ്ട് താങ്ങാവുന്ന ചിലവുകൾ മാത്രമേ എടുക്കാവുള്ളൂ. പണ്ടുള്ള കാരണന്മാർ പറയുന്നുണ്ട്, കാണാൻ പറ്റും ഓണം ഉണ്ടെന്നൊക്കെ. കാണാൻ പറ്റും ഓണം ഉണ്ട് കഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ, നമ്മുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകില്ല. അപ്പൊ തീർച്ചയായും അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഫിനാൻഷ്യൽ ഹാബിറ്റാണ് ഡെറ്റ് മാനേജ്മെന്റ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് 5ാമത്തെ പോയിന്റ്,
റിവ്യൂ യുവർ ഫിനാൻസസ്, അതായത് നമ്മുടെ ഫിനാൻസസ് നമ്മൾ റിവ്യൂ ചെയ്യണം, ഇയർ ഓൺ ഇയർ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇതെല്ലാം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ വരുമാനം അനുസരിച്ചിട്ടാണ്, നമ്മുടെ ഇൻകം അനുസരിച്ചിട്ടാണ്. നമ്മുടെ ഇൻകം അനുസരിച്ചിട്ട് നമ്മുടെ എക്സ്പെൻസസ് തീർച്ചയായിട്ടും മാറും. ഇതനുസരിച്ചിട്ടുള്ള എമർജൻസി ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടോ? നമ്മുടെ ടേം ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ആപ്റ്റ് ആണോ? ഇപ്പോഴത്തെ നമ്മുടെ ഇൻകം അനുസരിച്ചിട്ട്, ഇപ്പോൾ വരുന്ന എക്സ്പെൻസസ് അനുസരിച്ചിട്ടും ഇതെല്ലാം ആപ്റ്റ് ആണോ? ഇത് നമ്മൾ കൃത്യമായിട്ട് റിവ്യൂ ചെയ്യണം. അതുപോലെ നമ്മുടെ വരവനുസരിച്ച് നമ്മൾ ആവശ്യത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ, അണ്ടർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതനുസരിച്ചിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിവ്യൂ ചെയ്യാൻ തീർച്ചയായിട്ടും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ ഗൈഡൻസ് നിങ്ങൾക്ക് എടുക്കാം. അവർ തീർച്ചയായും നിങ്ങളെ ഗൈഡ് ചെയ്യും, നിങ്ങൾക്ക് ശരിയായ കാര്യങ്ങൾ പറഞ്ഞു തന്ന് നിങ്ങളെ മുമ്പോട്ട് നയിക്കും. ഇംഗ്ലീഷിൽ ഒരു സേയിങ് ഉണ്ട്, റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ വൺ ഡേ. അതുപോലെ തന്നെ ഈ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ എന്നുള്ളത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമല്ല. ഇത് വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇതിനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറിന് തീർച്ചയായും സാധിക്കും, അവർക്കേ സാധിക്കൂ. അപ്പോൾ ഞാൻ ഈ മുൻപ് പറഞ്ഞ 5 ഫിനാൻഷ്യൽ ഹാബിറ്റ്സ് നിങ്ങൾ വളരെ ഡിസിപ്ലിൻ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ ഫാമിലിയുടെ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷനെ കുറിച്ച് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ചെറുകിട ഫിനാൻഷ്യൽ സർവീസസുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായും ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് തരുന്നതാണ്. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ കൂടുതലായി ലഭിക്കുന്നതിന് ചെറുകിട ഫിനാൻഷ്യൽ സർവീസസ് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.